റഷ്യയിലെ മനോഹരമായ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിനെ സെൻറ്റ് പീറ്റേഴ്സ്ബുർഗ് എന്നാണ് അവിടെയുള്ളവർ വിളിക്കുന്നത്. ഇവിടെയുള്ള എല്ലാം ഭയങ്കര നീറ്റാണ്, ഓർഗനൈസ്ഡ് ആണ്, വെൽ അഡ്വാൻസ്ഡ് ആണ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ കാലുകുത്തിയപ്പം കണ്ട കാഴ്ചകൾ. ഒരുപാട് വലിയ ബിൽഡിങ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. പല പേരിലായിട്ടാണ് ഈ ഒരു സിറ്റി അറിയപ്പെട്ടിരുന്നത്. 1703 പീറ്റർ ദ ഗ്രേറ്റ് ആണ് ഈ ഒരു സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന സിറ്റി കണ്ടെത്തിയത്. പിന്നെ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ്, പെട്രോഗാർഡ്, ലെനിൻഗ്രാഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേരുകളിലകത്ത് വന്നു. ഈ ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോ ഓഫ് ദ വെസ്റ്റ് അല്ലെങ്കിൽ യൂറോപ്പിലേക്കുള്ളൊരു ജനൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ യൂറോപ്പ് തന്നെയാണ്, റഷ്യയുടെ യൂറോപ്പ് തന്നെയാണ് ഈ ഒരു സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. അതിൻ്റെ ആർക്കിടെക്ചർ നോക്കുവാണെങ്കിലും കൾച്ചർ നോക്കുവാണെങ്കിലും വൈബ്സ് നോക്കുവാണെങ്കിലും അവിടുത്തെ ലൈഫ് സ്റ്റൈലും എല്ലാം യൂറോപ്പ് പോലെ തന്നെയാണ്. അപ്പോൾ ശങ്ക വിസ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ വിസ വഴി തന്നെ റഷ്യ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമുക്ക് യൂറോപ്പ് ഏറ്റവും എളുപ്പത്തിൽ കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഗേറ്റ് വേ കൂടെ തന്നെയാണ് ഈ റഷ്യ. ഈ ഒരു സിറ്റിയുടെ വൈബ് മനസ്സിലാക്കണമെങ്കിൽ നെവ്സ്കി പ്രോസ്പർ എന്ന സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്യണം. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയാണെങ്കിലും ലൈവ് മ്യൂസിക്കും ഒരുപാട് ബ്യൂട്ടിഫുൾ കഫേസ് ഉണ്ട്. അതുപോലെ തന്നെ കാണാനും ഷോപ്പ് ചെയ്യാനൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് നെവ്സ്കി പ്രോസ്പെക്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ബിൽഡിങ്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം പാരീസിലെ ബിൽഡിങ്സിൻ്റെ ഒക്കെ അതേ ഒരു സ്റ്റൈൽ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. ഷോപ്പിങ്ങിന് പോകണമെങ്കിലും ബെസ്റ്റ് സ്ഥലം നെവ്സ്കി പ്രോസ്പെക്റ്റ് ആണ്. അവിടെ ഒരുപാട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും. സുവനീഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഡ്രസ്സസ് ആണെങ്കിലും ചോക്ലേറ്റ്സ് ആണെങ്കിലും അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ റഷ്യയിൽ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് വരുവാണെങ്കിൽ മസ്റ്റായിട്ടും നെവ്സ്കി പ്രോസ്പെക്റ്റിൽ പോയിട്ട് ഷോപ്പിംഗ് മസ്റ്റായിട്ടും ചെയ്യണം. പിന്നെ ഇവിടുത്തെ ആളുകളുടെ ഡ്രസ്സിങ്ങും ഫാഷൻ സെൻസും നമ്മളെക്കാട്ടും ഭയങ്കര എന്തായാലും ഡിഫറെൻ്റ് ആണ്. ചെറിയ മാർക്കറ്റിൽ പോകാനാണെങ്കിൽ തന്നെ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് അവർ പോകുന്നത്. ഡ്രസ്സിങ് മാത്രമല്ല, അവരെങ്ങനെയാണ് അവരുടെ ഹെയർ കീപ്പ് ചെയ്യുന്നതും അവർ യൂസ് ചെയ്യുന്ന ആക്സസറീസും ബാഗ്സും എല്ലാം നല്ല അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ ഇവിടുത്തെ ഷോപ്സിൽ എങ്ങനെയാണ് ഡ്രസ്സസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ ഒരു സ്റ്റൈൽ കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയാണ് ഇവിടെയുള്ള ആൾക്കാർക്ക് ഇത്രയും സ്റ്റൈൽ വരുന്നതെന്ന്. ശരിക്കും നമ്മൾ റഷ്യ എക്സ്പ്ലോർ ചെയ്താൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അവിടുത്തെ ആൾക്കാരും അവരുടെ ഡ്രസ്സിങ്ങും അവിടുത്തെ ഓരോ കഫേസും എല്ലാം. അവരുടെ കൾച്ചർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഹെർമിറ്റേജ് മ്യൂസിയത്തിലേക്കുള്ള വഴിയിലാണ്. ഇപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പഴയ ഒരു ആർക്കിടെക്ചർ ഫോളോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതുപോലെ തന്നെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. പിന്നെ ഇവിടുത്തെ അധികാരികളെ നോക്കുവാണെങ്കിലും അവർ പല നാട്ടുകളിലുള്ള പോയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് അതൊക്കെ ആ ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ആ ഒരു ആർക്കിടെക്ചർ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഇവിടുത്തെ റിവേഴ്സിലാണെങ്കിലും ബിൽഡിങ്സിലാണെങ്കിലും എല്ലാം അവരത് ഫോളോ ചെയ്തിട്ടുണ്ട്, നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഹെർമിറ്റേജ് മ്യൂസിയം. ഈ ഒരു ഹെർമിറ്റേജ് മ്യൂസിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് ഒരിക്കലും കണ്ടു തീർക്കാൻ പറ്റാത്ത അത്രയും കൂടുതലായിട്ടുള്ള ഒരു മ്യൂസിയമാണ്. വേൾഡിലെ പല സ്ഥലത്തുള്ള കുറേ ഇമ്പോർട്ടൻറ്റ് പെയിൻറ്റിങ്സും അതുപോലെ തന്നെ പല സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ ഒരു ഹെർമിറ്റേജ് മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ തന്നെ പല റൂംസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഹെർമിറ്റേജ് മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ പോകുമ്പം അത് വീക്ക്ലി എല്ലാ ദിവസവും ഓപ്പൺ ആയിരിക്കില്ല. പിന്നെ ഇത് ക്ലോസിങ് ടൈമിന് 1 മണിക്കൂർ മുന്നേ ചെന്നാലും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ 2 മണിക്കൂർ മുന്നേ എത്താൻ നോക്കുക. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഹെർമിറ്റേജ് മ്യൂസിയം കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ക്ലോസിങ് ടൈമിനൊക്കെ ഒരുപാട് മുന്നേ എത്തിയെങ്കിലും ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം മാക്സിമം നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ ഹെർമിറ്റേജ് മ്യൂസിയം കാണാൻ നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീക്ക് ഡേയ്സ് ആണെങ്കിലും എല്ലാ ദിവസവും ഹെർമിറ്റേജ് മ്യൂസിയം ഇല്ല. ഏതൊക്കെ ദിവസമാണ് ഹെർമിറ്റേജ് മ്യൂസിയം ഓപ്പൺ എന്ന് നോക്കിയിട്ട് പോവാം. ഇനി നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് നെവ്സ്കി പ്രോസ്പെക്റ്റ് ആണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇപ്പോൾ ഇവിടെ കുറേ റിവേഴ്സൊക്കെ ഉണ്ട്. ഈ ഒരു ബ്രിഡ്ജസും ഈ ഒരു റിവർ, ഈ കനാൽസിൻ്റെ ഒക്കെ സ്റ്റൈല് ഇവിടുത്തെ പണ്ട് ഭരിച്ചിരുന്ന ആൾക്കാരുടെ ഒരു വിഷനാണ്. അവർ ഫോറിൻ നാടുകളിലൊക്കെ പോയിട്ട് അവിടുത്തെ ഇൻഫ്ലുവൻസ് ആണ് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ചർച്ചിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. നമ്മുടെ റോമിലെ കത്തീഡ്രലിൻ്റെ സെയിം ഫോർമാറ്റിലാണ് ഈ ഒരു ചർച്ചും പണിതിരിക്കുന്നത്. ഏകദേശം രാത്രിയായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു നെവ്സ്കി പ്രോസ്പെക്റ്റിൽ ഭയങ്കര ലൈവായിട്ടുള്ളൊരു സ്ഥലമാണ്. മസ്റ്റായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഫേസും എവിടെ നോക്കിയാലും ഒരു നല്ല യൂറോപ്യൻ ആർക്കിടെക്ചറും വൈബും ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ കസൻ കത്തീഡ്രലിൻ്റെ വീഡിയോ കാണാത്തവർ എൻ്റെ മുന്നത്തെ വീഡിയോസ് നോക്കിയാൽ മതി. അപ്പോൾ നെവ്സ്കി പ്രോസ്പെക്റ്റ് കാണുന്നവർ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഞാനിവിടെ നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ എക്സ്പ്ലോർ ചെയ്യണം. നെവ്സ്കി പ്രോസ്പെക്റ്റിൽ ഏറ്റവും ബെസ്റ്റ് ഷോപ്പിംഗ് സൈറ്റ് എന്ന് പറയുന്നത് കോസ്നി ടവറാണ്. അപ്പോൾ മസ്റ്റായിട്ടും അത് മിസ് ചെയ്യരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. റഷ്യയിലെ കൂടുതൽ വിശേഷങ്ങൾ കാണാനായിട്ട് വീണ്ടും എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.